പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം രൂക്ഷമായതോടെ ടിപ്പർ ലോറികൾ പിൻവാങ്ങുന്നു. വരുമാനമില്ലാതായതോടെ ഉടമകളും ഡ്രൈവർമാരും വണ്ടികൾ വിറ്റ് മറ്റു മേഖലകളിലേക്ക് തിരിയുകയാണ്. സംസ്ഥാനത്തെ ടിപ്പർ ആൻഡ് എർത്ത് മൂവേഴ്സ് അസോസിയേഷനിൽ 3 ലക്ഷം പേരാണ് ഉണ്ടായിരുന്നത്. ഉടമകളും ഡ്രൈവർമാരും അനുബന്ധ തൊഴിലാളികളും ഇതിൽ അംഗങ്ങളായിരുന്നു. 2 വർഷത്തിനുള്ളിൽ സംഘടനയിൽ 30% പേർ മറ്റു മേഖലകളിലേക്ക് മാറി. അവശേഷിക്കുന്നവരാകട്ടെ കൈവശമുള്ള ലോറി വിറ്റൊഴിക്കാനുള്ള ശ്രമത്തിലാണ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കാണ് വാഹനങ്ങൾ കൈമാറുന്നത്. സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായിരുന്ന 1.5 യൂണിറ്റ് ലോറികളുടെ എണ്ണമാണ് വളരെയേറെ കുറഞ്ഞത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് സാമഗ്രികൾ എത്തിക്കുന്നതിന് വാടക ഉയർന്നതോടെയാണ് പ്രതിസന്ധിയിലായത്. ടിപ്പറുകൾ റോഡിലിറങ്ങിയാൽ പോലീസ്, റവന്യൂ, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ഏറെയാണെന്ന് ഉടമകൾ പറയുന്നു. നിയമാനുസൃതമായ രീതിയിൽ വാഹനമോടിച്ചാലും എന്തെങ്കിലും കാരണം ചൂണ്ടിക്കാട്ടി 1000 രൂപ പിഴ ഈടാക്കുമെന്നാണ് പരാതി. പിഴ ഈടാക്കാമെന്ന് പറഞ്ഞാലും വിട്ടുതരാൻ 2 ആഴ്ച എടുക്കുമെന്നും ഇവർ പറയുന്നു. പ്രതാപകാലത്ത് ഒട്ടേറെ ചെറുപ്പക്കാർ ടിപ്പറുകളുടെ ഉടമകളായും ഡ്രൈവർമാരായും സഹായികളായുമെല്ലാം രംഗത്തുണ്ടായിരുന്നു. സ്വന്തമായി കരാർ പണികൾ എടുക്കുന്നവരാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Arrivals Men Apparels near Town Square, Vandoor.